അധ്യാപക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പും CBCI പ്രസിഡന്റുമായ മാർ ആൻഡ്രൂസ് താഴത്ത് ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് അധിക വേതനവും ഭക്ഷണവും പാർപ്പിടവും ചികിത്സയും ലഭിക്കുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പട്ടിണി മാത്രമാണ് ലഭിക്കുന്നത് എന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ പരിസരത്ത് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന്റെ രണ്ടാം ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. പ്രിയപ്പെട്ടവരെ, ഏകദേശം 8 വർഷമായി അധ്യാപകരുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അപ്പോയിൻമെൻറ്റ് നടന്നിട്ടില്ല, അവർക്ക് വേതനം കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല. അങ്ങനെ ഏകദേശം 16,000-ഓളം അധ്യാപകർ ഇപ്പോഴും ഭിന്നശേഷി സംവരണത്തിൻ്റെ പേര് പറഞ്ഞ് സുപ്രീം കോടതി വിധികൾക്ക് പോലും മാനിക്കാതെ ഇപ്പോൾ സർക്കാരിൻ്റെ പ്രത്യേകമായ ചിന്താഗതി കൊണ്ട് സമരം ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അധ്യാപകരുടെ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കലോത്സവം നടക്കുന്ന തൃശ്ശൂരിൽ തന്നെ സാംസ്കാരിക നഗരത്തിൻ്റെ തലസ്ഥാനത്ത് തന്നെ ഇപ്പോൾ അധ്യാപകർക്ക് വേണ്ടിയുള്ള സമരത്തിൽ നമ്മൾ ഒന്നിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അധ്യാപകരുടെ വേദന കേരളം കാണണം, കേരള സർക്കാർ കാണണം. എനിക്ക് പറയാനുള്ളത്, ജയിലിൽ ജോലി ചെയ്യുന്ന ജയിലിലുള്ളവർക്ക് ചെയ്യുന്ന പരിഗണന പോലും കൊടുക്കാതെ അധ്യാപകർ ഇങ്ങനെ 8 വർഷമായിട്ട് തടസ്സം എന്താണ്? മന്ത്രിയൊക്കെ പറയുന്നത് ഉടൻ നിയമനം എന്ന് പറയുന്നത് നടപ്പാകുന്നില്ല. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയുന്നു. സുപ്രീം കോടതി വിധി അനുസരിച്ച് 2024 മെയിലോ നടന്ന വിധി അനുസരിച്ച് മാർച്ചിൽ NSSന് ഈ അവകാശങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ സമാനമായ എല്ലാ കോർപ്പറേറ്റുകൾക്കും എല്ലാ സ്കൂളുകൾക്കും അധ്യാപകർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കൊടുക്കാതെ ഇപ്പോൾ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ സർക്കാർ സുപ്രീം കോടതിയിൽ പോയി. ഈ നിയമനങ്ങൾ നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു സൂത്രമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഇതിൽ മറ്റെന്തെങ്കിലും പ്രേരണ, പ്രത്യേകിച്ച് നീട്ടിക്കൊണ്ടുപോകുന്ന എന്താ വേറെ എന്തെങ്കിലും പ്രേരണ തോന്നുന്നുണ്ടോ? ശമ്പളം, സർക്കാരുടെ നിയമനങ്ങൾ അംഗീകരിക്കാതിരിക്കുക, അവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുക, അങ്ങനെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാതിരിക്കാനുള്ള എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് അറിയില്ല. അത് ചെയ്യുന്നത് തെറ്റാണ്, അനീതിയാണ്.